ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫായിസ് വേൾഡ്. ഇന്ന് നമ്മൾ ഒരു ഫ്രൈഡേ ട്രിപ്പ്, അതായത് നമ്മുടെ ഒരു മിനി വ്ളോഗാണ് കേട്ടോ. നമ്മുടെ സൗദി അറേബ്യയിലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ലാൻഡ്മാർക്ക്, അതായത് ഒരു ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണിത്. ഇതിൻ്റെ പേരാണ് ഡെവിൾ തമ്പ് അല്ലെങ്കിൽ ജൂദാ തമ്പ് എന്ന് പറയും. ഇന്ന് കുറേ നാളുകൊണ്ടേ പോകാൻ ആഗ്രഹിക്കുന്നു. ഇന്നാണ് അതിനൊരു അവസരം കിട്ടിയത്. അപ്പോൾ നമ്മളിന്ന് അങ്ങോട്ടുള്ള യാത്രയാണ് കേട്ടോ. നമ്മുടെ കോപ്പാറിൽ നിന്ന് ഏകദേശം ഒരു 170 കിലോമീറ്റർ ദൂരം ഉണ്ട് ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ എത്താനായിട്ട് കുറേ ഓഫ് റോഡ് യാത്രയും ഉണ്ട്. ഓഫ് റോഡൊക്കെ യാത്ര ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒരു നല്ലൊരു അനുഭവമാണ് കേട്ടോ. പോകുന്ന വഴിയൊക്കെ കണ്ടോ, ആടും ഒട്ടകവും ഒക്കെ ഉണ്ട്. പിന്നെ കുറേ റിഫൈനറീസ് ഉണ്ട്. നമ്മൾ റിയാദ് റോഡ് വഴി വേണം പോവാൻ. ഞങ്ങൾ ആദ്യമേ റിയാദ് റോഡ് വഴി പോകാതെ അസ റോഡ് വഴി ടച്ച് ചെയ്താണ് പോയത്. അപ്പോൾ അവിടെ കുറേ മുഴുവൻ ഓഫ് റോഡായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു പ്രത്യേക അനുഭവമായിരുന്നു. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് ഇപ്പോൾ നല്ല ചൂടാണ്. അതുകൊണ്ട് തന്നെ പോകുന്ന വഴിയിൽ ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ എത്തിച്ചേർന്നപ്പോഴും അത് തന്നെ, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നല്ലതുപോലെ നമുക്ക് എൻജോയ് ചെയ്യാനും പറ്റി. നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് വെച്ചാൽ നല്ല ചൂട് സമയമാണ് കേട്ടോ. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഒരുപാട് ടൂറിസ്റ്റുകളൊന്നും ഇവിടെ ഈ സമയം ഇല്ലാതിരുന്നത്. പോകുന്ന വഴി എല്ലാം കുറേ റിഫൈനറീസൊക്കെ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ജൂദ ടൗണിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലാൻഡ്മാർക്കാണ് കേട്ടോ ഈ ഡബിൾ സ്തംഭം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ചെകുത്താൻ്റെ ഫിംഗർ പ്രിൻ്റ് എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലം. നമ്മുടെ ജൂദ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് ഡ്രൈവ് ഉണ്ട് നമുക്കിവിടെ എത്താനായിട്ട്. അതും എല്ലാം ഓഫ് റോഡ് യാത്രയാണ്. റോഡ് മോശമൊന്നുമല്ല കേട്ടോ, നല്ല റോഡാണ്. നമുക്ക് ആർക്ക് വേണമെങ്കിലും നമുക്ക് അവിടെ പോകാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ക്ലൈമറ്റൊക്കെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡബിൾ തമ്പ് ദൂരെ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. പോകുന്ന വഴിയെല്ലാം നമുക്ക് ഫാമുകളുണ്ട്, മസറകളുണ്ട്. അപ്പോൾ ഒരു രസമാണ് കേട്ടോ പോവാൻ. കുറേ ഒട്ടകങ്ങൾ, ആട്, അങ്ങനെ പോകുന്ന വഴിയെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഞാനതെല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുന്നത്, നമ്മുടെ 4x4 വണ്ടിയൊന്നും വേണമെന്നില്ല കേട്ടോ. നമ്മുടെ സാധാ വണ്ടിയിൽ നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ ഒരു ഡൗട്ട് എന്തായാലും, അതായത് ഓഫ് റോഡ് ആയത് കാരണം അങ്ങനെ ഒരു ചിന്ത ചുരുക്കം പേരിലെങ്കിലും ഉണ്ടാവും. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ 4x4 അല്ലാത്ത വണ്ടിയിൽ നമുക്കിവിടെ എത്തിച്ചേരാൻ സാധിക്കും. പിന്നെ ഓഫ് റോഡ് യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു അനുഭവമാണ് കേട്ടോ ഇത്. ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. നമ്മുടെ ഫാമിലിയോടൊക്കെ പോകുമ്പോഴൊക്കെ നല്ലൊരു ഫീലിംഗ് ആണ് കേട്ടോ. നമുക്ക് കുറേ കാഴ്ചകളൊക്കെ കാണാം. നിങ്ങൾ കാണുന്നുണ്ടോ ആവോ, കുറേ ഒട്ടകങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പോകുന്ന വഴിയിൽ 2 സൈഡും നല്ല നല്ല മൗണ്ടനാണ്. ഞാനതും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോയിൽ. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം കേട്ടോ. കണ്ടോ, കുറേ മൗണ്ടൻ ഉണ്ട് ഇങ്ങനെ നമ്മൾ പോകുന്ന വഴിയെല്ലാം. ഇപ്പോൾ ഓഫ് റോഡ് ആയിട്ടില്ല, ഇപ്പോൾ റോഡുണ്ട്. കുറേ ദൂരം നമ്മൾ പോകുമ്പോഴത്തേക്ക്, അതായത് നമ്മുടെ ജൂദാ തമ്പ് അടുപ്പിച്ചാണ് നമ്മൾ ഓഫ് റോഡ് വരുന്നത്. ചുറ്റും 2 സൈഡും ഫുള്ളും മലനിരകളാണ്. വേറെ ടവറുകളൊക്കെ ഉണ്ട്, പക്ഷേ വേറെ കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ പോകുമ്പോഴത്തേക്ക് അതിനനുസരിച്ചുള്ള ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് വേണം പോകാൻ, വെള്ളമൊക്കെ പ്രിപ്പയർ ചെയ്യണം. കാരണം പോകുന്ന വഴിയൊന്നും വേറെ ഷോപ്പുകളൊന്നും ഇല്ല കേട്ടോ. അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം, പോകാൻ താല്പര്യമുള്ളവർക്ക്. കണ്ടോ, പോകുന്ന വഴിയെല്ലാം നമ്മുടെ 2 സൈഡും ഇങ്ങനെയുള്ള മലനിരകളാണ്. കാണാൻ നല്ല രസമാണ്. കണ്ടാൽ എന്താ പറയുന്നത്, നമ്മുടെ മണലല്ല, ഒരു നല്ല ഉറപ്പായിട്ടുള്ള മലനിരകൾ തന്നെയാണ്. 2 വശവും ഇതുപോലെ തന്നെയാണ് കേട്ടോ. കണ്ടോ, കാണാൻ എന്ത് രസമുണ്ടല്ലേ. നമുക്കൊരു പ്രത്യേക ഒരു അനുഭവമാണ് കേട്ടോ നമ്മളൊരു യാത്ര പോകുമ്പോൾ. പ്രത്യേകിച്ച് നമ്മൾ ഓഫ് റോഡ് പ്രത്യേക ഒരു അനുഭവമാണ് കേട്ടോ നമുക്ക്.
കാണത്തുള്ളൂ. നമ്മൾ പോയ വഴിയൊക്കെ ഒരുപാട് റിഫൈനറീസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് നമ്മുടെ പെട്രോളിൻ്റെ ഒക്കെ വേസ്റ്റൊക്കെ വരുന്നതും ഒക്കെ ആയിട്ട്. ഈ യാത്ര കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എന്ത് മനോഹരമാണെന്ന്. അതായത് നമ്മുടെ ഒരു ഡെസേർട്ടിൽ കൂടെയുള്ള ഒരു യാത്രയാണ്. എന്താ പറയുന്ന ഒരു പ്രത്യേക ഒരു ഫീലിംഗ് തരുന്ന ഒരു യാത്രയാണ് കേട്ടോ. കാണാമല്ലോ, രണ്ട് സൈഡും പച്ചപ്പ് മരങ്ങളോ ഒന്നുമില്ല. രണ്ട് സൈഡും ഫുള്ള് ഡെസേർട്ടാണ്. ഡെസേർട്ടും നമ്മുടെ ഫാമും ഒട്ടകവും ഒക്കെയേ ഉള്ളൂ. വേറെ ഷോപ്പുകളോ ഒന്നുമില്ല ഇവിടെ. വെറും ഡെസേർട്ട് ഏരിയയാണ് കേട്ടോ. പച്ചപ്പോ മരങ്ങളോ ഒന്നുമില്ല ഇവിടെ. ഡെസേർട്ട് വൈബൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള യാത്രകളൊക്കെ ഒരു നല്ലൊരു വൈബാണ് കേട്ടോ. വരുമ്പോഴത്തേക്ക് ഞാൻ നന്നായിട്ട് ക്ലിയർ ആയിട്ട് എടുത്തിട്ടുണ്ട് ആ വീഡിയോ. കുറേ തോട്ടങ്ങളാണ് കേട്ടോ, കുറേ മസറ ഏരിയകളാണ് ഇതൊക്കെ. ഈന്തപ്പന മരങ്ങളുടെ ഒരു തോട്ടമാണ് കേട്ടോ. ഇങ്ങോട്ടൊക്കെ കുറച്ച് സ്ഥലം നമുക്ക് പച്ചപ്പൊക്കെ ഉണ്ട്. ഇനിയാണ് മെയിൻ നമ്മൾ ഓഫ് റോഡ് എന്ന് പറയാൻ പോകുന്നത്. ഇനി അങ്ങോട്ടുള്ള സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ കുറേ സൗദികളുടെ വീടുകളൊക്കെയാണ് കേട്ടോ ഇതൊക്കെ. ഇനിയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ജുദ ടൗൺ തുടങ്ങുന്നത്. തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കുറേ ഒട്ടകത്തിൻ്റെ ഫാമും, ഒട്ടകം മാത്രമല്ല
അവിടെ കഴുതയുണ്ട്, പിന്നെ നമ്മുടെ ആടുണ്ട്, ഒക്കെ ഉണ്ട്. അവരൊക്കെ ഫാം അവിടെ, അതായത് മരുഭൂമിയിലാണല്ലോ അവർക്ക് അതിനുള്ള സ്ഥലങ്ങളും. അപ്പോൾ അതൊരു പ്രത്യേക അനുഭവമായിരുന്നു ഞങ്ങൾക്ക് അതൊക്കെ കാണാനായിട്ട്. നമുക്കതൊക്കെ കാണാം കേട്ടോ. ഈ വീഡിയോയിലെല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടോ, ഇവിടെ കുറെ ഹോഴ്സിൻ്റെ ഒരു ഫാമുണ്ട്. കാണുന്നുണ്ടോ? ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ? ഹോഴ്സും ഡോങ്കിയും ഒക്കെ ഉണ്ട് അവിടെ. പിന്നെ അപ്പുറത്തോട്ട് തന്നെ നമ്മുടെ ക്യാമലിനെ കാണുന്നുണ്ടോ? എല്ലാ കളറിലെ ക്യാമലും ഉണ്ട് കേട്ടോ. ബ്ലാക്ക് ക്യാമലും ഉണ്ട്, ബ്രൗൺ ക്യാമലും ഉണ്ട്. ഇത് കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഒരു സൈഡിൽ കുഞ്ഞുങ്ങളും അപ്പുറത്ത് വലിയ ഒട്ടകങ്ങളുമാണ്. കുറച്ചുകൂടെ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അടുത്തോട്ട് പോയി നോക്കുന്നുണ്ട്. എൻ്റെ ഇതിൽ കുഞ്ഞൊട്ടകങ്ങളും ഉണ്ട് കേട്ടോ. ആ നിൽക്കുന്ന എല്ലാം കുഞ്ഞൊട്ടകങ്ങളാണ്. ഇതാണ് കേട്ടോ അവരുടെ പേരൻസ്. ഒട്ടകത്തിന് കഴിക്കാനുള്ള പുല്ലാണ് കേട്ടോ നടുക്കിട്ട് കൊടുത്തേക്കുന്നത്. കാണാനൊരു രസമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറേ നേരം അവിടെ നിന്ന് കണ്ടു കേട്ടോ. ഇതൊക്കെ ഒരു പ്രത്യേക കാഴ്ചകളാണ്. മക്കൾക്കൊക്കെ അത് ഒരു പ്രത്യേക അനുഭവമായിരിക്കും. അവർ അങ്ങനെ ഒട്ടകത്തിനെയൊന്നും കാണുന്നില്ലല്ലോ. അവർക്ക് ഇതൊക്കെ ഒരു വലിയൊരു ഫീലിംഗ് ആണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ ഏരിയ. ഇതൊക്കെ ഫാമാണ്. അപ്പുറത്തെ സൈഡിലോട്ട് അതുപോലെ തന്നെ ആടുകളൊക്കെ ഉണ്ട്. കുറച്ച് ദൂരെ ആയത് കാരണം ക്ലിയർ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാനത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ ശ്രദ്ധിച്ച് അങ്ങോട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇനിയും അങ്ങോട്ട് പോകുന്ന വഴിയിൽ നമ്മുടെ ഒട്ടകവും ആടും ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇത്രയും നമുക്ക് ക്ലിയറായിട്ട് കിട്ടിയിട്ടില്ല. കുറച്ച് ദൂരെ ആയത് കാരണം നമ്മൾ ഇനി അങ്ങോട്ട് ഓഫ് റോഡ് യാത്ര തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്ര ക്ലിയറായിട്ട് കിട്ടിയിട്ടില്ല.
കേട്ടോ പോകുന്നത്. റോഡില്ല, ഓഫ് റോഡ് വഴിയാണ് പോകുന്നത്. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും, റോഡേ കാണുന്നില്ല. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താറായിട്ടുണ്ട്. നമുക്ക് ദൂരെ നിന്ന് തന്നെ നോക്കുമ്പോൾ കാണാൻ പറ്റും. നമ്മുടെ ക്ലൈമറ്റ് നല്ല ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഇത് കാണാമല്ലോ അല്ലേ? ഇനി നമുക്ക് അത്രയ്ക്കുള്ള ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ. സൗദി അറേബ്യയിൽ ഉള്ളവർ, അതായത് നമ്മുടെ ദമാം, അസ, ആ ഒരു റീജിയനിലുള്ളവരൊക്കെ ഒന്ന് പോയി കാണേണ്ടതാണ് കേട്ടോ. പ്രത്യേകിച്ച് വേറൊന്നുമില്ല, നമ്മുടെ ഈ ജുദാത്തമ്പ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രത്യേക ഫോട്ടോഗ്രാഫിക്കും ഒക്കെ ഒരു പ്രത്യേകം, പിന്നെ നമ്മുടെ ഈ ഓഫ് റോഡ് യാത്രയും ഒരു പ്രത്യേക ഫീലിംഗ് തരും കേട്ടോ. കുന്നുപോലെ കിടക്കുന്നതുകൊണ്ട് തന്നെ വണ്ടി കയറുമെന്നൊരു ഡൗട്ടായിരുന്നു. പക്ഷേ പ്രശ്നമൊന്നുമില്ല, സുഖമായിട്ട് കയറി നമുക്ക് അതിൻ്റെ മുകളിൽ വഴി എത്താൻ പറ്റും നമ്മുടെ വണ്ടിയിൽ തന്നെ. വണ്ടർഫുൾ, നമുക്ക് തന്നെ കാണാൻ പറ്റും. എന്ത് രസമുണ്ടല്ലേ അതിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലുള്ള വ്യൂ. ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ആ ക്ലൈമറ്റ് അങ്ങനെ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ടാണ് ആരും ഇല്ലാത്തത്. ചുറ്റാകെ ഉണ്ടോ കുറേ മലനിരകളാണ്, പിന്നെ ഡെസേർട്ടും, അതിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ ജുദാത്തമ്പും. ഫുഡൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുവന്നായിരുന്നു ഇവിടെ നിന്ന് കഴിക്കാനൊക്കെ ആയിട്ട്. പക്ഷേ ചൂട് കാരണം നമുക്ക് പറ്റിയില്ല കേട്ടോ, അത്രയ്ക്ക് നല്ല ചൂടായിരുന്നു. ഏതാണ്ട് നമ്മളൊരു 46 ഡിഗ്രി ഉണ്ടായിരുന്നു. അത് കാരണം നമ്മൾ ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല. കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം എൻജോയ് ചെയ്തിട്ട് പിന്നെ അവിടുന്ന് തിരിച്ചു.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താലേ ഇതുപോലുള്ള മോർ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി ഇതുപോലുള്ള രസകരമായ വ്ളോഗുകളും കുക്കിംഗ് വീഡിയോസും ആയിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സൗദി അറേബ്യയിൽ വരാൻ പറ്റാത്തവർക്കും സൗദി അറേബ്യയിൽ ഉണ്ടായിട്ടൊന്ന് കാണാൻ പറ്റാത്തവർക്കും ഒക്കെ എൻ്റെ ഇന്നത്തെ വീഡിയോ ഹെൽപ്പ് ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.